ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഞങ്ങൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ പോയായിരുന്നു. ചെന്നപാടെ എല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു. അവിടെ സമയമായിട്ടുണ്ടായിരുന്നില്ല ടിക്കറ്റ് എടുക്കാനായിട്ട്. 1:30 മണിയായപ്പോഴാണ് എത്തിയത്. 2 മണിയോടെങ്കിൽ ടിക്കറ്റ് എടുക്കാനെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ടിക്കറ്റ് എടുക്കണ നേരമായപ്പോൾ 2 മണിക്ക് വന്നിരിക്കുള്ളെന്ന് അവർ പറഞ്ഞത്. പിന്നെ നേരത്തെ ഒന്ന് കണ്ടല്ലോ. അങ്ങനെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഡെയ്സും പപ്പയും കൂടി പോയി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ അധികം ആളുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടെ വന്നതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ പുറത്ത് തന്നെ ഇത്തിരി സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും നല്ല വ്യൂ തന്നെയാണ്. ഇന്ന സ്ഥലത്തുനിന്നൊന്നുമില്ല, എല്ലായിടത്തുനിന്നും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. ഇത് കൊളക്കടവാണ്, അറിയാമല്ലോ, സിനിമയിൽ കണ്ട ഭാഗമാണത്. അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ വശവും തന്നെ ആ സ്ഥലത്ത് പോകാത്തവരെന്തായിരുന്നാലും പോകണം. നമുക്കതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ഒരു വട്ടം പോയാലൊന്നും നമ്മൾ ഫുള്ള് ശരിക്കും കണ്ട് തീരില്ല, അത്രയും സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. 1-2 പ്രാവശ്യമൊക്കെ പോയാലേ നല്ലപോലെ കാണാനൊക്കെ പറ്റുള്ളൂ. അവിടെ മഞ്ചാടി മരമുണ്ട്, നമുക്ക് കയറണ വശം തന്നെ. അപ്പോൾ ഡെയ്സി അവിടെ ഇരുന്നിട്ട് മഞ്ചാടി മാന്തിപ്പറിച്ചൊക്കെ എടുക്കണേണ്. കയ്യിൽ കുറേ ചെള്ളയൊക്കെ ആയിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ചാടി. ഇതാണ് മരം, മഞ്ചാടി മരമാണെങ്കിൽ കാണണം മുഴുവൻ ആ സൈഡിൽ. അപ്പോൾ പൊട്ടി ഉണങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാരിപ്പറിക്കൊക്കെ എടുത്ത് ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ അതൊക്കെ കയറ്റി. പിന്നെ പിളിച്ചെണ്ണ അധികം നേരം നിർത്തിയില്ല, അകത്തോട്ട് കൊണ്ടുപോയോളാം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇതിൻ്റെ വാരിക്കുട്ടിയൊക്കെ എടുക്കണമായിരുന്നു. പിള്ളേർ പിന്നെ അങ്ങനെയാണല്ലോ, നല്ല നല്ല ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം അങ്ങനെ ഒരു ഫോട്ടോസൊന്നും എടുപ്പിക്കാണ്ടായില്ല. പിന്നെ അധികം അങ്ങനെ നിന്നില്ല. പിന്നെ മാനിൻ്റെയൊക്കെ അവിടെ പോയി കുറച്ച് നേരം മാനിനെ കൂടെയൊക്കെ കളിച്ച് അതിലേക്ക് ഇലയൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു. പുറത്ത് ഫോട്ടോസ് എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, അകത്ത് അധികം അങ്ങനെ എടുപ്പിക്കാണ്ടായിരുന്നില്ല. അവർ ആ ഒരു ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അകത്തത്, ആ ഭാഗത്തു നിന്ന് എടുക്കുന്നതൊക്കെയാണ്. ഫർണിച്ചറൊക്കെ എടുക്കണതൊന്നും പ്രശ്നമൊന്നുമില്ല. എല്ലായിടത്തു നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്ത്. ഇത് പോകുന്ന വഴിയാണ്, നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, ആ വഴിയൊക്കെയാണ് ഈ സൈഡൊക്കെ കാണുന്നത്. അപ്പോൾ പോകാത്തവർ എന്തായിരുന്നാലും തീർച്ചയായിട്ടും പോകണം. നമുക്ക് എറണാകുളത്ത് നിന്ന് തന്നെയാണെങ്കിൽ പെട്ടെന്ന് പോയി വരാവുന്നേ ഉള്ളൂ ഇവിടെയുള്ള ആൾക്കാർക്ക്. ഞങ്ങളുടെ വീട് എറണാകുളമാണ്. അപ്പം പോയവർ എന്തായിരുന്നാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, പോയിട്ടുണ്ടെങ്കിൽ. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്, ആ പ്ലേസ് കാണാൻ. അപ്പോൾ ഓക്കെ, ബായ്, അത്രയും.